പി ജയരാജന്റെ ആത്മകഥ എന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച വാർത്ത മാധ്യമങ്ങളും വലിയ വിവാദമാക്കി. കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് എതിരാളികൾ ഇത്തരത്തിൽ ഒരു വാർത്ത ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. UDF കേന്ദ്രങ്ങളിലെ ചില ഉന്നതരുടെ അറിവോടെയാണ് വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത്. പാലക്കാട്ടും ചേലക്കരയിലും വയനാട്ടിലുമെല്ലാം UDF കടുത്ത പ്രതിരോധത്തിലാണ്. പാലക്കാട്ട് പ്രിയങ്കാ ഗാന്ധിയുടെ പേരിൽ പാരിതോഷികങ്ങൾ വിതരണം ചെയ്തതും പുഴുവരിച്ച കിറ്റ് വിതരണം ചെയ്തതുമെല്ലാം പുറത്തു വന്നിരുന്നു. ഇതിന് തൊട്ടു മുൻപാണ് പാലക്കാട്ട് UDF നേതാക്കൾ താമസിച്ച ഹോട്ടലിൽ കള്ളപ്പണം കൊണ്ടുവന്നു എന്ന ആരോപണം ഉയർന്നത്. വിവാദമുണ്ടാക്കിയും അക്രമം നടത്തിയും ഈ കള്ളപ്പണം മറ്റൊരിടത്തേക്ക് മാറ്റിയെന്ന ആരോപണവും നിലനിൽക്കുന്നു. ചേലക്കരയിൽ പോളിംഗിന് ഒരു ദിവസം മുൻപ് കാറിൽ കടത്തിയ ലക്ഷങ്ങൾ പിടികൂടിയിരുന്നു. ഇതിന്റെ സംശയമുനയും കോൺഗ്രസിന്റെ നേർക്കാണ് നീളുന്നത്. ഇത്രയേറെ പ്രതിരോധത്തിലായതോടെയാണ് കെട്ടിച്ചമച്ച ആത്മകഥയുടെ വാർത്ത ചിലർ സംഘടിതമായി പുറത്തുവിട്ടത്. UDF നൽകിയ വാറോലയുടെ അടിസ്ഥാനത്തിൽ ഈ വ്യാജ വാർത്ത മാധ്യമങ്ങൾ വലിയ വിവാദമാക്കിയെന്നാണ് LDFന്റെ ആക്ഷേപം. വോട്ടിംഗ് ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് പി ജയരാജന്റെ ആത്മകഥയുടെ ഭാഗങ്ങൾ എന്ന പേരിൽ ചില പ്രസ്താവനകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയത്. പി ജയരാജൻ പാർട്ടിക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നായിരുന്നു ആ വ്യാജ വാർത്ത. പി എഴുതി തീരാത്ത ആത്മകഥയുടെ കവർ പേജ് അടക്കം പുറത്തുവിട്ടാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നതും. രണ്ടാം പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പി ജയരാജൻ എന്നൊക്കെയുള്ള തലക്കെട്ടോടെയായിരുന്നു വാർത്തകൾ പ്രചരിച്ചത്. വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഈ വ്യാജ പ്രചരണം. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചേലക്കരയിൽ UR പ്രദീപ് വിജയം ഉറപ്പിച്ചിട്ടുണ്ട്. വയനാട്ടിലും പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ UDFന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, പുഴുവരിച്ച കിറ്റ് വിതരണം ചെയ്ത കോൺഗ്രസ് ഭരണസമിതിക്കെതിരെ പ്രതിഷേധത്തിലായിരുന്നു അവിടുത്തെ മുസ്ലിം ലീഗ് നേതാക്കൾ. വയനാട്ടിലെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ മുസ്ലിം ലീഗിന്റെ പതാക ഉപയോഗിക്കാൻ അനുവദിക്കാത്തതും പ്രവർത്തകരെ സജീവമായി പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കാത്തതും മുസ്ലിം ലീഗിനെ രോഷത്തിലാക്കിയിരുന്നു. വയനാട്ടിൽ LDF മികച്ച തോതിലുള്ള മുന്നേറ്റം നടത്തുമെന്ന സാഹചര്യം വന്നതോടെയാണ് UDFന്റെ പാരിതോഷിക വിവാദവും പുറത്തുവരുന്നത്. ഇതൊക്കെ കാരണമാണ് വ്യാജ വാർത്തകൾ ഇറക്കി പിടിച്ചു നിൽക്കാൻ UDFനെ പ്രേരിപ്പിക്കുന്നത്. മാത്യു കുഴൽനാടനെയും KC വേണുഗോപാലിനെയും ഉപയോഗിച്ച് മറ്റൊരു വ്യാജ വാർത്താ പ്രചരണത്തിനും UDF ശ്രമിച്ചിരുന്നു. എന്നാൽ ഇത് തുടക്കത്തിലേ പിഴച്ചു. ഇതോടെയാണ് പിയുടെ പേരിൽ വ്യാജ വാർത്ത ഇറക്കാൻ പുതിയ നീക്കമുണ്ടായതെന്ന് CPM ആരോപിക്കുന്നു.